ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം ഇനി നിനക്ക് നീതി നിഷേധിക്കുകയില്ല. കർത്താവ് നീതിമാനായ ദൈവമാണ്. അവിടുന്ന് നീതിയുടെ സിംഹാസനത്തിൽ നിന്ന് നിനക്കു വേണ്ടി എഴുന്നേൽക്കുന്നു. അവിടുന്ന് നിന്നെ എന്നേക്കും തകർക്കപ്പെടാൻ അനുവദിക്കുകയില്ല. നീ ഭയപ്പെടരുത്, നീ ഭാരപ്പെടരുത്. അവിടുന്ന് തൻ്റെ ശക്തമായ കൈകളിൽ നിന്നെ താങ്ങിക്കൊള്ളും. എത്രയൊക്കെ ശത്രുക്കൾ നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും നീ ഭയപ്പെടരുത്. അവിടുന്ന് നിന്നെ വീണ്ടും പടുത്തുയർത്തും, നിന്നെ പുനഃസ്ഥാപിക്കും. ലോകം അറിയുന്നതിനു വേണ്ടി അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തും. നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസം നിൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതും, ഞാൻ വിജയിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്കു പിടിച്ച് താങ്ങി നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കുത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പുതിയ ദിവസത്തെ ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ ദൈവമേ, അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ചതഞ്ഞ ഞാങ്ങണ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇന്ന് നിന്റെ സന്നദ്ധിയിൽ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ മേൽ നീ കനിവ് തോന്നണമേ. നിന്റെ സന്നദ്ധിയിൽ നീതിക്കു വേണ്ടി കരഞ്ഞ് വിലപിക്കുന്ന എല്ലാവരുടെയും കരച്ചിൽ കണ്ണുനീർ നീ കാണണമേ. കർത്താവേ, ആരും സഹായത്തിനില്ലാത്തവരെ നീ സഹായിക്കാൻ എഴുന്നള്ളണമേ. നിന്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതുവാൻ, ഞങ്ങൾക്ക് നീതി നടത്തി കിട്ടുവാൻ, ഞങ്ങൾക്ക് വിജയം നേടിത്തരുവാൻ കർത്താവേ നീ എഴുന്നേൽക്കണമേ. നീ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളുടെ മാർഗങ്ങളെ സുഗമമാക്കി ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് സകല നീതിയുടെയും കർത്താവാണ്.
അവിടുന്ന് നീതി സ്ഥാപിക്കാൻ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ കൈപിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ദൈവമേ, ജനത്തിൻ്റെ ഇടയിൽ അങ്ങ് ഞങ്ങളെ വിളിച്ച് തിരഞ്ഞെടുത്തു, അനുഗ്രഹിച്ചു. ദൈവമേ, ഇതിന് നിന്റെ വിളി കേൾക്കുവാൻ, നിന്റെ വിളി അനുസരിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. നീ ഞങ്ങളെ വിളിച്ച വിളിയിൽ വിശ്വസ്തയോട് നിലനിൽക്കാനും നീ ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനോ അത് ഞങ്ങൾ എത്രയും വേഗം പ്രാവർത്തികമാക്കാനും ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ സന്യസ്ത ജീവിതത്തിൽ, ഞങ്ങളുടെ എല്ലാ മേഖലയിലും നിൻ്റെ പരിശുദ്ധ നാമം, നിൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ, അത് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെ നീ ചെയ്യണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മുള പൊട്ടുന്നതിന് മുൻപ് നീ ഞങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തന്നല്ലോ. ദൈവമേ, അത് നീ എന്നേക്കുമായി സ്ഥാപിതമാക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് സഹായിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തരണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച്, നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ആരൊക്കെ നിൻ്റെ സന്നദ്ധിയിൽ അപേക്ഷിക്കുന്നുവോ അവരുടെ എല്ലാം അപേക്ഷകളെ നീ കാണണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും, കുടുംബത്തെയും, ഭവനത്തെയും നീ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കുടുംബത്തിൽ നിന്ന് എല്ലാ അന്ധകാര കെട്ടുകളും, എല്ലാ ദുഷ്ടചങ്ങലകളും, അടിമത്തവും, കാരാഗ്രഹ അവസ്ഥയും യേശുവേ നിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ പ്രകാശം ഞങ്ങളുടെ കുടുംബത്തിൽ എന്നേക്കും പ്രകാശിപ്പിക്കണമേ, പരത്തണമേ. നിൻ്റെ പ്രഭയാർന്ന സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അന്ധകാരം എടുത്തു മാറ്റി ഞങ്ങൾക്ക് എന്നേക്കും സമാധാനവും സന്തോഷവും നൽകി, കുടുംബത്തിൽ, ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവിക അനുഭൂതി നൽകി, ദൈവിക സമാധാനം നൽകി ഞങ്ങളുടെ ഭവനത്തെ സ്വർഗീയ അന്തരീക്ഷമാക്കി മാറ്റണമേ. കുടുംബത്തിൽ ഓരോരുത്തരും ദൈവവുമായി പ്രത്യേക ബന്ധമുണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബം നയിക്കുന്നവരെ എല്ലാ രീതിയിലും പിന്താങ്ങാനുള്ള ശക്തി കുടുംബാംഗങ്ങൾക്ക് നൽകണമേ. കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി ചെയ്തു തീർക്കാൻ ദൈവമേ നിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കമൻറ്റ് സെഷനിലൂടെ ഞങ്ങളെ അറിയിച്ചിട്ടുള്ള, ഇമെയിലിൽ കൂടി ഞങ്ങളെ അറിയിച്ചിട്ടുള്ള ഓരോ ആവശ്യങ്ങളെയും, വ്യക്തിയെയും, അവരുടെ നിയോഗങ്ങളെയും ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കാത്തുകൊള്ളണമേ. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ ദുഷ്ട പാപച്ചങ്ങലകളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങൾക്കെതിരെയുള്ള ചങ്ങലകളെ തകർത്ത് കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും, ദുഷ്ടശക്തികളുടെ ഇടപെടലുകളിൽ നിന്നും ഇന്നത്തെ ദിവസം പരിപൂർണമായി ഞങ്ങളെ രക്ഷിച്ച് നിൻ്റെ നീതിയാൽ ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ, കർത്താവേ, നീതിമാനായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തെ, കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും നിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെയും ഈശോയെ നിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹപ്രദമാക്കണമേ. ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും നീ പുനഃസ്ഥാപിക്കണമേ. ദൈവഹിതമനുസരിച്ചുള്ള ഞങ്ങളുടെ ബന്ധങ്ങളെ നീ സുസ്ഥാപിതമാക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നെല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിന് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ.
പ്രഗ്നൻസിയുടെ എല്ലാ വിഷമങ്ങളും അവിടുന്ന് അതിജീവിക്കാനുള്ള കൃപ കൊടുത്ത്, ശക്തി കൊടുത്ത്, ഉന്നതങ്ങളിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ആ സഹോദരിമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും തീക്ഷ്ണതയോടെ പഠിക്കാനും അതോർമ്മിക്കാനും പരീക്ഷയ്ക്ക് സന്തോഷത്തോടെ പോയി എഴുതാൻ കർത്താവെ കൃപ കൊടുക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും നീ ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കണമേ. ഇന്ന് നിൻ്റെ അത്ഭുതം കാണാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് നിൻ്റെ നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ. എല്ലാവർക്കും നീതി സ്ഥാപിച്ചു കൊടുക്കണമേ. ഈ ലോകം മുഴുവനും നിൻ്റെ നീതിയാൽ സുസ്ഥാപിതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മക്കൾക്കെല്ലാം നീതി ലഭിക്കുവാൻ ദൈവകരം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനു വേണ്ടി അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും നിൻ്റെ മക്കളായ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണമേ. ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ നീതി നടപ്പിലാകുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിൻ്റെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന നല്ല അനുഗ്രഹങ്ങളെ എല്ലാം കർത്താവ് നൽകട്ടെ. അവിടുന്ന് നിനക്ക് വേണ്ടി നീതി സ്ഥാപിച്ചു തരട്ടെ. അവിടുന്ന് നിനക്ക് വേണ്ടി പ്രത്യേകം പോരാടി നിനക്ക് വിജയവും സൗഖ്യവും സംരക്ഷണവും സന്തോഷവും നൽകി എല്ലാ മേഖലകളിലും അവിടുന്ന് നിന്നെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ എല്ലാം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. അറിയാവുന്ന എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.